ആ ഭഗവാനെ ആകർഷിക്കുന്ന ഒരു മനസ്സ് കൂടെയുണ്ടെങ്കിൽ ഭഗവാൻ എവിടെ വരും? എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞാൽ അങ്ങോട്ട് ഓടണ്ട. എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. ഹേ കൃഷ്ണ. നമ്മൾ കുറച്ചു നേരം ഇരുന്ന് ജപിക്കുന്നു, ഭജിക്കുന്നു, കീർത്തിക്കുന്നു. ഇതൊക്കെ റെഗുലർലി ചെയ്യുന്ന ഒരാൾ ഇൻ കേസ് അയാൾക്ക് മരണത്തിലേക്ക് പോവേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ കാ ഗതി കൃഷ്ണ ഗച്ഛതി, അയാളുടെ ഗതി എന്തായിരിക്കും കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. അതിനാണ് ഭഗവാൻ ഉത്തരം പറയുന്നത്. കപിലവാസുദേവൻ ഭാരതത്തിന് നൽകിയ വലിയ സംഭാവനയാണ് സാംഖ്യശാസ്ത്രം. മനുഷ്യനെ എങ്ങനെ കാണണം? നാം നമ്മളെ കാണുന്നത് ഒരു ശരീരത്തിൻ്റെ തലത്തിൽ നിന്നാണെങ്കിൽ, ഇന്ന് കപിലവാസുദേവൻ കാണിച്ചു തന്ന മാർഗത്തിലാണ് മോഡേൺ ഫിസിക്സ് പോലും, ആധുനിക ഭൗതിക ശാസ്ത്രം പോലും പ്രപഞ്ചത്തെ കാണാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. അപ്പോൾ ആധുനിക ഫിസിക്സ് പഠിപ്പിക്കുന്നത് നമ്മൾ വാട്ട് വി പെർസീവ്, കാണുന്നത്, ദാറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി. ഈ റിയാലിറ്റി എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് നമുക്കൊരിക്കലും കാണാൻ പറ്റാത്തതാണ്. റിയാലിറ്റി എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ ഈ രൂപത്തിലാക്കി നിർത്തുന്ന അത്യന്തം വേഗതയിലുള്ള ഊർജ പ്രസരണമാണ്, ഊർജത്തിൻ്റെ ചലനമാണ്. ഊർജത്തെ ഇന്നുവരെ കണ്ണുകൊണ്ട് ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ആ ഊർജത്തിൻ്റെ അതിവേഗതയുള്ള ഇലക്ട്രോണുകളുടെ ആ മോഷൻ, അതുകൊണ്ട് ഇവിടെ രൂപങ്ങളൊക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു എന്നാണ്. അതുകൊണ്ട് ഐൻസ്റ്റീനിയൻ ഫിസിക്സ് എന്ന് എത്തി നിൽക്കുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് എനർജി മാത്രമാണ്. അത് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ബാക്കിയെല്ലാം ഒരു ഫിനോമിനാണ്, കാഴ്ചയിലുണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ളതല്ല. ഇത് തന്നെയാണ് കപിലനും പറയുന്നത്. ഇവിടെ ഉള്ളത് ദേഹിയാണ്. ആ ദേഹി പ്രവർത്തിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ദേഹം. അതായത് നമ്മൾ ശ്രദ്ധ വെക്കേണ്ടിയിരുന്നത് ഈ ദേഹത്തിലേക്കായിരുന്നില്ല, നമ്മൾ ശ്രദ്ധ വെക്കേണ്ടിയിരുന്നത് ദേഹിയിലേക്കായിരുന്നു, മനസ്സിലേക്കായിരുന്നു. അന്തർമുഖത്വം എന്നൊരു വാക്ക്, ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്ക്, മനുഷ്യൻ അവൻ്റെ മനസ്സിനെ നിരീക്ഷിക്കണം. ഇത് ഭാരതത്തിൻ്റെ ദർശനം. ഇത് തന്നെയാണ് ഫിസിക്സ് പറയുന്നത്. യു കാൺ സീ വാട്ട് യു ആർ നോ ദ റിയാലിറ്റി എന്നാണ്. അത് കാണാൻ പറ്റില്ല. ഇതുപോലെ ഈ സൂക്ഷ്മമായ മനസ്സിനെ കാണുക, ഇത് നമുക്ക് ക്രമേണ 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 ഡെവലപ്പ് ചെയ്യണം. ബഹിർമുഖത്വമല്ല, അന്തർമുഖത്വം, ഇൻട്രോവേർട്ടഡ്നെസ്. അതിലൂടെ മനസ്സിനെ നിരീക്ഷിക്കാൻ മനുഷ്യൻ പഠിച്ചാൽ ഒന്ന് നമുക്ക് കാണാൻ പറ്റും. വി ഹാവ് ദി എബിലിറ്റി ആൻഡ് പവർ ടു കൺട്രോൾ, ടു റിഫൈൻ, പ്യൂരിഫൈ, ഡയറക്റ്റ്, ഡൈവേർട്ട് അവർ ഓൺ മൈൻഡ് എന്നുള്ളത്. അപ്പം മനുഷ്യനിൽ കിട്ടിയിരിക്കുന്ന ഈ ദൈവീകമായ കഴിവിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഇത് മനുഷ്യന് സാധിക്കുന്നതിൻ്റെ പേരാണ് സ്പിരിച്വൽ ലൈഫ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ബോധ മനസ്സെന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിലാണ്, അല്ലെങ്കിൽ ഈ സ്ക്രീനിലാണ് ചിന്തകളെല്ലാം വന്ന് നിന്ന് പോകുന്നത്. ആസ് ദ തോട്ട്സ് സോ ദ ലൈഫ്. ഏത് തോട്ട്സ് വരണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അതിനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഒരാൾ പറയുന്നത് ഞാൻ അബ്സല്യൂട്ട്ലി ഡിസ്റ്റർബ്ഡ് ആണ്. ദാറ്റ് മീൻസ് അത്രയും നെർവസ് ആയിട്ടുള്ള, സെൻറ്റിമെൻ്റലായിട്ടുള്ള, ഇമോഷണലായിട്ടുള്ള തോട്ട്സുകളാണ് മൈൻഡിൽ കയറി പിടിച്ചിരിക്കുന്നത്. അതിനാണ് നമുക്ക് ഈ ആത്മീയത, ജപവും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് അത്തരം തോട്ട്സിനെ നമുക്ക് മൈൻഡിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള തോട്ട്സുകൾ നമ്മുടെ ഉള്ളിൽ ഈ സ്ക്രീനിൽ വരണം എന്നത് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യത്തെ നമ്മളൊന്ന്
ഡെയിലി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പേരാണ് സാധനാ ജീവിതം എന്ന്. ശരിക്കും സ്പിരിച്വൽ ലൈഫ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്ന് മനസ്സിലാവും. അവിടെ പോയി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് അറിയാതെ നിങ്ങൾ തല കുത്തി മറഞ്ഞ അമ്പലത്തിൽ പോയി ശ്രീകോവിലിൻ്റെ അകത്ത് പോയി ബിംബം പൂജിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സാക്ഷാൽ കൃഷ്ണനെ, ജീവിച്ചിരിക്കുന്ന കൃഷ്ണനെ പൂജിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതെ, മാറ്റങ്ങളില്ലാതെ നിങ്ങൾ കണ്ണുകൊണ്ട് കൃഷ്ണനെ കണ്ടിട്ട് എന്താ കാര്യം? ദുര്യോധനൻ കൃഷ്ണനെ കണ്ട ആളാണ്, രാവണൻ രാമനെ കണ്ട ആളാണ്. അവർക്കൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. രാമനെ കണ്ടതുകൊണ്ട് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ബാലിക്ക് എന്താ മാറ്റം ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? അല്ലെങ്കിൽ എത്രയോ കൈകേയി എത്ര മകനെ പോലെ വളർത്തിയ ആ രാമൻ്റെ കാര്യം നോക്കൂ നിങ്ങൾ. മനസ്സിലായില്ലേ? ഇവരൊക്കെ രാമനെ കണ്ടവരാണ്, രാവണൻ കണ്ടതാണ്. പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ദുര്യോധനൻ എത്ര പ്രാവശ്യം കൃഷ്ണനെ കണ്ടിട്ടുണ്ട്, ദൂതനായി എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. ആ കൃഷ്ണനോട് മുഖത്ത് നോക്കി പറഞ്ഞ കാര്യം എന്താ അറിയോ? എനിക്ക് ധർമ്മവും അധർമ്മവും അറിയാം, ധർമ്മം ചെയ്യാൻ എനിക്ക് മനസ്സില്ല, അധർമ്മത്തിൽ ഞാൻ മാറുകയില്ല. കാണുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഇത് പറയാൻ ധൈര്യം കാണിച്ചവനാണ് ദുര്യോധനൻ. ജാനാമി ധർമ്മം ജാനാമി ധർമ്മം നജമേ നിവൃത്തി ന പ്രവൃത്തി എന്നാണ്. നീദർ ഐ വിൽ ഡു ദ ബെസ്റ്റ് ദ ധർമ്മം ഞാൻ ഐ വിൽ ഡു നോർ ഐ വോണ്ട് ഗെറ്റ് ഔട്ട്. ഞാൻ ചെയ്യാതെ എനിക്കതിൽ നിന്ന് മാറാനും പറ്റില്ല. ഇത് പറയാൻ കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആളാണ് ദുര്യോധനൻ. അവരൊക്കെ കൃഷ്ണനെ കണ്ടതല്ലേ. ഇപ്പോൾ ഒരു അവതാരത്തെ കണ്ടു എന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. എപ്പോഴോർക്കണം, ആത്മീയത എന്ന് പറയുന്നത് ഈ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന വാസനകളെ നാമജപം കൊണ്ട് റീപ്ലേസ് ചെയ്യലാണ് ആത്മീയത. ഇപ്പം എത്ര കണ്ട് നാമം ആ മനസ്സിലേക്ക് നിങ്ങൾക്ക് അടിച്ച് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വാസനകളുടെ, വേണ്ടാത്ത ചിന്തകളുടെ തീവ്രത പറയൂ കുറയും. ഇതൊരു സയൻസാണ്, അബ്സല്യൂട്ട് സയൻസാണ്. ഇതിൽ ബിലീഫില്ല, വാസ്തവത്തിൽ ഇതിലൊരു അന്ധവിശ്വാസമില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയി ഒരു കാര്യം നടന്നു കിട്ടുമെന്ന് അങ്ങനെ വിശ്വസിക്കരുത്. അതൊരു ബ്ലൈൻഡ് ബിലീഫാണത്. ഇത് സയൻസാണ്. എപ്രകാരമാണോ തോട്ട്സ് അപ്രകാരം അനുഭവം. മനസ്സ് അട്രാക്റ്റ് ചെയ്യണം. ഭൂമിയുടെ ഗ്രാവിറ്റി പോലെ മനസ്സും അട്രാക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ദുരിതങ്ങൾ വിട്ടുപോകാത്തത്. കാരണം തോട്ട്സ് അതാണ്. അപ്പം അതിനെ ജപിച്ച് മാറ്റിയെടുക്കുമ്പോഴാണ് തോട്ട്സുകൾ ക്രമേണ പറയൂ മാറുന്നു. അപ്പം ആകർഷണം മാറി. രത്നാകരൻ്റെ ഉള്ളിൽ കൊള്ളക്കാരൻ്റെ ചിന്തകളുള്ളപ്പോൾ അയാൾ കൊള്ളയടിക്കുന്നവനായിരുന്നു. അതേ രത്നാകരൻ്റെ ഉള്ളിൽ നാമം ജപിച്ച് പ്യൂരിഫൈ ചെയ്തപ്പോൾ പിന്നീട് അദ്ദേഹം കാണുന്ന കാഴ്ച ക്രൗഞ്ച് മിഥുനങ്ങളിൽ ഒന്നിനെ അമ്പി ചെയ്യുന്ന വേടനെ കാണുമ്പോൾ പറയുന്നത് മാ നിഷാദ പ്രതിഷ്ഠാത്തം മകമശാശ്വതി സമ യത് ക്രൗഞ്ച മിഥുനാ ദേവം അവധി കാമമോഹിത. ഈ ക്രൂരനായിട്ടുള്ള നിഷാദ അരുത്, നീ കാട്ടാളത്തരം കാട്ടരുത്. നേരത്തെ കാട്ടാളനായിരുന്ന ആളാണ്, ക്രൂരനായിരുന്ന ആളാണ് ഇപ്പോൾ പറയുന്നത്. ഒരു പക്ഷിയിൽ ഒന്നിനെ അമ്പി ചെയ്ത് കൊന്നപ്പോൾ കാട്ടാളനെ നോക്കിക്കൊണ്ട് മാ നിഷാദ, നിനക്ക് ശാശ്വതമായ ഗതി ഉണ്ടാവില്ല. കാരണം നീ ചെയ്യുന്ന ക്രൂരത നിനക്ക് എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ എവിടുന്ന് കിട്ടി ഈ കാരുണ്യം, എവിടുന്ന് കിട്ടി ഈ വാത്സല്യം, എവിടുന്ന് കിട്ടി ഈ ദയ? ചേഞ്ച് ചെയ്തു, തോട്ട്സുകൾ മാറി. ജപിച്ച് തോട്ട്സുകൾ മാറിയപ്പോൾ ക്രൂരനിൽ നിന്നും ദയ ഉള്ളവനിലേക്ക് രത്നാകരന് പറയൂ മാറ്റമുണ്ടായി. ഇവിടെ നോക്കൂ നിങ്ങൾ, മന്ത്രം ജപിച്ചിട്ടാണ് മാറ്റമുണ്ടായത് അല്ലേ? മരാമരേതി അങ്ങനെയൊക്കെയല്ലേ എഴുതി വച്ചിരിക്കുന്നത്. ജപിക്കുകയും ആണോ? അതാണോ രാമായണം? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പം ഇത് തന്നെയല്ലേ നമുക്കും ചെയ്യാനുള്ളത്. ജപിച്ച് മാറ്റം വരുത്താനല്ലേ നമുക്കും പറ്റുള്ളൂ. പറയൂ. ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഞാൻ എന്തിനാണ്? ഈ ജപിച്ച് എൻ്റെ ഉള്ളിലുള്ള ഇംപ്രിൻ്റ് ആയിരിക്കുന്ന, സ്റ്റോർഡ് ആയിരിക്കുന്ന, റെക്കോർഡായിരിക്കുന്ന ചിന്തകളെ അവർക്ക് പറയൂ മാറ്റണം. ചിന്തകൾ മാറുമ്പോൾ ജീവിതവും മാറും. ഇത്രയുള്ള കാര്യം. പക്ഷെ ചിന്തകൾ മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. തൊഴുതുപോവൽ വളരെ ഈസിയാണ്,
അതും ഒഴിഞ്ഞിടൽ അതിലേറെ ഈസിയാണ്. ഇത് പടപടപട പണി കഴിയും. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോളൂ, ഉള്ളിലെ തോട്ട്സുകൾ മാറാതെ കൃഷ്ണനെ ജീവനോട് കണ്ടിട്ടും എന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട് നിങ്ങളുടെ ഇടയിൽ? എത്ര പേർക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്? ആ ഉറപ്പ് വരണം നമുക്ക്. എൻ്റെ തോട്ട്സുകൾ മാറിയാൽ കൃഷ്ണൻ ഇങ്ങോട്ട് വരേ, കൃഷ്ണൻ നമ്മുടെ അടുത്തേക്ക് വരേ. കൃഷ്ണൻ പറയുന്ന വരികൾ ഓർക്ക, അനുവ്രജാമിഹം നിത്യം പൂയേ അങ്ക്രിരേണുബി. അങ്ങനെയുള്ള ഭക്തൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. വരണ്ടേ നിങ്ങളടുത്തേക്ക്? വേണോ വേണ്ടയോ? വെറുതെ കണ്ടമാനം ക്യൂ നിന്ന് സമയം കളയണ്ടല്ലോ. ഇങ്ങോട്ട് വരികയാണെങ്കിൽ എളുപ്പമായില്ലേ? അതല്ലേ കുറേയും കൂടി നല്ലത്. പക്ഷെ അതിനത്രയും ഇങ്ങോട്ട് വരണമെങ്കിൽ ഭഗവാനെ ഇങ്ങോട്ട് വരാനുള്ള, ഭഗവാനെ ആകർഷിക്കാനുള്ള ചിന്തകൾ അത്രയും ഉള്ളിൽ ഉണ്ടാവണം. അപ്പം ഭഗവാൻ ഉറപ്പതിന് വരും. അപ്പം മനസ്സിനെ അങ്ങനെ ആകർഷിപ്പിച്ച് ഇപ്പം പലതും പറയുവാൻ പൊന്തുന്ന നാവീ നീ ഇന്നൊന്നു പാടുമോ നാരായണ എന്ന് പറഞ്ഞ പോലെ ഭഗവാനെ ആകർഷിക്കാൻ പ്രാപ്തമാകുന്ന വിധത്തിൽ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. ഇതാരും പറഞ്ഞു തരുന്നില്ല നമുക്ക്. ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം, അല്ലേ? ഭഗവാനെ പോലും ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലൊരു മനസ്സിനെ പാകപ്പെടുത്തി എടുത്താൽ പിന്നെ ആരിങ്ങോട്ട് വരും? ആര് വരും? ഭഗവാൻ വരും. അത് വെറുതെ പറയല്ല. ഞാൻ ഇന്നലെ മീരാബായിയുടെ കഥ തുടങ്ങി, പിന്നെ ഞാൻ ഡൈവേർട്ട് ചെയ്തു പോയി. മീരാബായിയുടെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങി. റാണാ പ്രതാപ് സിംഗിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ തുടങ്ങി വെച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? ഛത്തീസ്ഗഡ്, അവിടെ ചിത്രോഡ്ഗഡ് രാജസ്ഥാനിലെ കുടുംബത്തിലാണ് മീരാബായി ജനിച്ചത്. അവരുടെ ഭർത്താവ് 2 വർഷമായപ്പോഴേക്കും മരിച്ചുപോയി. രാജസ്ഥാനിൻ്റെ സംസ്കാരമനുസരിച്ച് വിധവയായാൽ പിന്നെ സതി അനുഷ്ഠിക്കണം. നമ്മളെന്നാൽ അതിൻ്റെ വിനാനം കൊണ്ട് പോയി. പിന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ സതി അനുഷ്ഠിക്കാനാണ് മീര ദേവിയോട് പറയുന്നത്. അപ്പോൾ ദേവി അതിന് മറുപടി പറയുകയാണ്, ഞാൻ എന്തിന് സതി അനുഷ്ഠിക്കണം, എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പം പ്രശ്നമായി. കാരണം റിയൽ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ ഇത് വേറെ എന്തോ ഒരു വാട്സാപ്പ് ബന്ധം, പുതിയൊരു കുറ്റി എവിടെങ്കിലും ഉണ്ടാക്കിയോ, കൊട്ടാരത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന വിധത്തിൽ എന്താണ് ഇങ്ങനെ വല്ല ബന്ധങ്ങളും എന്നതൊരു സംശയം. ഇങ്ങനെ പാറാവുകാരൊക്കെ വെച്ചപ്പം റൂമിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. എന്നാലും കാണാൻ എന്തൊരു സുന്ദരനാണ്. അവിടുത്തെ ഒരു സൗന്ദര്യം, ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. അല്ലേ? എത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനൽ കാന്തം കാന്തിനിദാനതോ വിമധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ വർത്തമാനം പറയുക. ഇത് കേട്ടപ്പം പ്രശ്നമായി. അതായത് ആരെയോ ഒരാളെ കൂടെ നിർത്തി അവൻ സുന്ദരനാണത്രേ. കാരണം പുറമെ വാതിലടച്ചവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവസാനം ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന് ഈ ജ്യേഷ്ഠനായ രാജാവ് പറയുണ്ടായി, കൊട്ടാരത്തിന് ചീത്തപ്പേരാണ് ദേവി, വിഷമമുണ്ട് പറയാൻ. കൊട്ടാരത്തിൽ നിന്നും ഒന്നുകിൽ സതി അല്ലെങ്കിൽ ഇറങ്ങണം. തൻ്റെ എല്ലാ വില കൂടിയ ആഭരണാദികളും കൊട്ടാരത്തിലുള്ള എല്ലാ അവകാശങ്ങളും വിട്ടുകൊടുത്തുകൊണ്ട് ഉടുത്ത വസ്ത്രം മാത്രം അണിഞ്ഞുകൊണ്ട് ഒരു സ്പെയർ പോലും എടുക്കാതെ അവിടെ നിന്നും ഇറങ്ങുകയാണ്. അത്ര ഉറപ്പായിരുന്നു കൃഷ്ണൻ അത് തനിക്കത് എത്തിച്ചു തരുന്നു. എന്ത് ചെയ്തു വെച്ചാൽ ചിത്രോസ്ഗഡിൻ്റെ കഥ അനുസരിച്ച് കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് പോവുക എന്ന് പറഞ്ഞാൽ പടിയടച്ച് പിണ്ടം വയ്ക്കുക. ആ നാട്ടുകാരും ഭക്ഷണം കൊടുത്തു പോരുത്, വെള്ളം കൊടുത്തു പോരുത്. അവർക്ക് ശിക്ഷയാണ്.
എത്രയോ കിലോമീറ്റർ ദൂരെ മീരാഭായിക്ക് വെള്ളം കിട്ടാതെ നടക്കേണ്ടി വന്നതാണ്. പക്ഷെ ഒരു ക്ഷീണവും തോന്നിയില്ല. ഗോവിന്ദ് മേരോഹേ ഗോപാല മേരോഹേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടും കീർത്തിച്ചുകൊണ്ടും ഒരു 4-5 കിലോമീറ്റർ നടന്നപ്പോഴേക്കും ദേവിയുടെ കൂടെ അനേകായിരം ആളുകൾ ഭജന പാടാനുണ്ടായിരുന്നാണ്. പിന്നെ ഭക്ഷണത്തിന് കുഴപ്പമില്ല, വസ്ത്രത്തിന് ബുദ്ധിമുട്ടില്ല. ദേവി അവസാനം വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. വൃന്ദാവനത്തിലെത്തിയപ്പോഴാണ് അവിടുത്തെ ഏറ്റവും സുപ്രസിദ്ധ ക്ഷേത്രമാണ് ബാങ്കി ബിഹാരി ക്ഷേത്രം. പലരും പോയിട്ടുണ്ടാവും. ആ ക്ഷേത്രത്തിൽ ദേവിയോട് എല്ലാവരും പറഞ്ഞു ദർശനത്തിന് പോവാമെന്ന്. പക്ഷെ ഒറ്റ കുഴപ്പമുണ്ട്, സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അന്ന് ബാങ്കി ബിഹാരി ക്ഷേത്രത്തിൽ ആർക്ക് പ്രവേശനമില്ല? സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ദേവിയെ തടുത്തു, കയറാൻ പറ്റില്ല. അപ്പം ദേവി ചോദിച്ചു, അതെന്താ സ്ത്രീകൾക്ക് ഇവിടെ കയറാൻ പറ്റാത്തതെന്ന്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നിയമം. ഇതാരാ ഉണ്ടാക്കിയത്? അപ്പം ഇവിടുത്തെ പ്രധാന പൂജാരി, അദ്ദേഹത്തോട് ചോദിച്ചാലേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെന്ന് കാണാൻ. പറഞ്ഞു അദ്ദേഹവും കാണാൻ വിസമ്മതിക്കുന്നു. ഇല്ലേ, പറയൂ മീരാഭായി വന്നിട്ടുണ്ട്. മീരാഭായി എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ രാജകുമാരിയാണ്. അപ്പം അങ്ങനെയൊരു അധികാരവും കൂടി ഉണ്ട് ദേവിക്ക്. സാധാരണ സ്ത്രീ അല്ല എന്നർത്ഥം. അവിടുത്തെ ഗോസ്വാമി വരികയാണ് കാണാൻ. പിന്നെ ഗോസ്വാമിയോട് ചോദിക്കുകയാണ്, അവിടുന്ന് ആണാണോ പെണ്ണാണോ എന്ന്. ഗോസ്വാമി എന്താ ഉത്തരം പറയും? അവിടുന്ന് ആണാണോ പെണ്ണാണോ എന്ന്. ഗോസ്വാമി മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പുരുഷം പൂർണ്ണമേവ. ഒരു പുരുഷനേ ഉള്ളൂ, അത് പൂർണ്ണതയാണ്. ബാക്കിയെല്ലാം വാസനയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവന്മാരാണ്, അതെല്ലാം സ്ത്രീകളാണ്. അവിടുന്ന് എങ്ങനെ പുരുഷനായത്? പിന്നെ അങ്ങോട്ടുണ്ടല്ലോ, ഗോസ്വാമി വീണ് നമസ്കരിക്കുകയാണ്, കൂട്ടിക്കൊണ്ടുപോകണം അകത്തേക്ക്. കാരണം കൃഷ്ണനല്ലാത്തൊരു പുരുഷൻ, പൂർണ്ണതയുള്ളവനാണ് പുരുഷൻ എന്ന് വേദശാസ്ത്രത്തിലെ വേദാന്ത തത്വം പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ അവിടെ ചെന്നപ്പോൾ ആ ക്ഷേത്ര ദർശനം കണ്ടതും ദേവിയുടെ കൂടെ കൃഷ്ണൻ ഇറങ്ങിപ്പോയി എന്നാണ് കഥ. ഈ പൂജാരി ഓടിച്ചെന്ന് വാതിലടച്ചു കളഞ്ഞു. അല്ലെങ്കിൽ കൃഷ്ണൻ ദേവിയുടെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുന്നു. ഇന്നും ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? അവിടെ നിങ്ങൾക്ക് കാണാം, ദർശനം ഒന്ന് കാണുമ്പോഴേക്കും അവിടുത്തെ പൂജാരി കർട്ടൻ ഇങ്ങനെ വലിച്ചും താഴ്ത്തിയും കൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്തൻ്റെ കൂടെ കൃഷ്ണൻ ഇറങ്ങിപ്പോകുന്നതാണ്. അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു ഭക്തൻ വന്നിട്ടില്ല ഓണം. അതുകൊണ്ട് കൃഷ്ണന് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തൻ്റെ ഭക്തൻ്റെ കൂടെ പോവാൻ എപ്പോഴും റെഡിയായിരിക്കുന്ന ആളാണ് ആര്? ഭഗവാൻ. ആ ഭഗവാനെ ആകർഷിക്കുന്ന ഒരു മനസ്സ് കൂടെയുണ്ടെങ്കിൽ ഭഗവാൻ എവിടെ വരും? എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞാൽ അങ്ങോട്ട് ഓടണ്ട. എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. ഭീഷ്മരുടെ അടുത്തേക്ക് ചെല്ലുന്ന കൃഷ്ണൻ അല്ലേ? ഉണ്ടോ? ഇത് തന്നെയാണ് നമുക്കും വേണ്ടത്. ഏതായാലും ഇവിടെ നമ്മൾ ആ തൃതീയ സ്കന്ധത്തിൽ കാണുന്നത് 31-ാം അധ്യായത്തിൽ ജീവൻ്റെ ഗതി കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ നാമം ജപിച്ച് നമ്മൾ പ്രാണബലം കൂട്ടണം. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ചിന്തകളാണ് നമ്മുടെ ഊർജത്തെയും നമ്മുടെ ശക്തിയും ക്രമേണ ചോർത്തിക്കളയുന്നത്. ഡെയിലി നാമം ജപിക്കുന്ന ഒരാളിലെ പ്രാണശക്തി ഉണർന്നു വരും. നിങ്ങൾ എത്ര നാമം ജപിക്കുന്നുണ്ടോ അത്രയും ഉറക്കെ പറയൂ, ഏതുണരും? പ്രാണശക്തി. അപ്പം അതിൻ്റെ അർത്ഥം വാസനയുടെ തീവ്രത കുറഞ്ഞു വരും. അപ്പം ഈ പ്രാണശക്തി കൂടി വരും തോറും മനസ്സിൻ്റെ ഊർധ്വഗതി കൂടും. വളരെ ശ്രദ്ധിക്കണം. മരണം എന്നത് പ്രാണൻ, തലയിലിരിക്കുന്ന പ്രാണൻ മറ്റ് 4 പ്രാണന്മാരെ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളോട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. താഴെ അപാനൻ, സമാനൻ,
വ്യാനൻ, ഉദാനൻ തുടങ്ങിയ പ്രാണന്മാരെ വലിക്കും. ഈ പ്രാണനിൽ ചേർന്ന് അലിഞ്ഞ് കിടക്കുന്നതാണ് മനുഷ്യൻ്റെ മനസ്സെന്ന വ്യവസ്ഥ. അപ്പം ഈ മനസ്സോടുകൂടി പ്രാണനെ ഒരു മുക്കുവൻ വലയിട്ട് മത്സ്യം വലിച്ചു കയറ്റുന്ന പോലെ അങ്ങനെ പ്രാണൻ മനസ്സിനെ വേർപ്പെടുത്തുന്ന പ്രക്രിയയുടെ പേരാണ് മരണം എന്നത്. അത് എവിഡൻ്റ്ലി നമുക്ക് കാണാൻ പറ്റും. മരിക്കുന്ന ആളുകളിൽ കാല് തണുത്ത് ശ്വാസം മേലോട്ട് 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 വലിക്കുന്ന ഒരു കാഴ്ച ആരെങ്കിലും ക്ലോസ്ലി മരണത്തെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ ആ വലിച്ച് 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 മരിക്കുന്നൊരു പ്രക്രിയ കണ്ടിട്ടുണ്ടോ? അപ്പം അതും തന്നെ മനസ്സിലാക്കാം, മരണം എന്നത് മുകളിലേക്ക് പ്രാണൻ്റെ ഒരു യാത്രയാണ്. അപ്പം പ്രാണൻ എന്താ ചെയ്യുന്നത്? അതിൽ ലയിച്ചു കിടക്കുന്ന, മുഴുകിക്കിടക്കുന്ന, മുറുകി പിടിച്ചിരിക്കുന്ന മനസ്സിനെ വലിച്ചെടുത്ത് ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തും. നമ്മളുണ്ടല്ലോ, നല്ല പഴുത്ത മാങ്ങയിൽ നിന്ന് നല്ലൊരു അമർത്തി കഴിഞ്ഞാൽ അതിൽ നിന്നും അണ്ടി പുറത്തേക്ക് തെറിക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഊർവാരുകമിവ എന്നൊരു വാക്ക്. ഊർവാരുകം എന്നൊരു ഒരു ഫ്രൂട്ടുണ്ട്. അത് ഹിമാലയ സാധനങ്ങളിലൊക്കെയാണ്. അത് നല്ലോണം പാകം വന്നാൽ ടപ്പ് എന്ന് പറഞ്ഞ് പൊട്ടി ചില വിത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇതിലൊക്കെ. അതായത് പ്രത്യേകിച്ച് നിങ്ങൾ കാണും, ഈ പണ്ട് കാലത്ത് ഉന്നം കൊണ്ടാണല്ലോ നമ്മൾ കിടക്കയും അതുപോലെ തലയണയൊക്കെ ഉണ്ടാക്കുക അല്ലേ? പരുത്തിയല്ല അത്, പൊങ്ങ് അല്ലേ? പൊങ്ങം, പൂള എന്ന് പറയുന്ന സാധനം, മരം, പൂളമരം എന്ന് പറയും ചിലർ. ഉന്നെന്ന് പറയില്ലേ ഇതിന്? അതാണത്. പഞ്ഞിയല്ല, പഞ്ഞി വേറെയാണത്. പഞ്ഞി എന്ന് പറയും ചിലർ. പഞ്ഞി എന്ന് പറയുന്നത് ശരിക്കും കോട്ടനാണ്, പാടത്ത് കൃഷി ചെയ്യുന്ന. അതും തന്നെ സംഭവം. ഈ എന്താ അവിടെ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇത് നല്ലവണ്ണം അവിടെ മൂത്തി ടപ്പ് എന്ന് പറഞ്ഞ ഒറ്റ പൊട്ടാണത്. ആ പൊട്ടിക്കഴിഞ്ഞാൽ ആ വിത്തുകളൊക്കെ അതിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു പോവുക. കണ്ടിട്ടുണ്ടല്ലോ? ഇതുപോലെയാണ് ഈ മനസ്സ് ശരീരത്തിൽ നിന്നും അങ്ങോട്ട് വേർപ്പെടും. കാലം ഇതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് വിട്ടുപോകുന്നതിൻ്റെ പേരാണ് മരണം. എന്തിനാണ് ഇത് വിട്ടുപോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കാലം അത്രയാണ് ഇതിന് ലൈഫ് വെച്ചിട്ടുള്ളൂ. അത് ഓരോന്നിനിപ്പം ഒരു ചെടി പൊട്ടുന്നത് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലം അതിനത്രയും മൂപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു തേങ്ങ ഇത്രയും സമയം കൊണ്ട് മൂത്ത് പാകാവണമെന്നുണ്ട് അല്ലേ? എന്നതുപോലെ ഓരോ ശരീരത്തിനും ഓരോ പാകം വെച്ചിട്ടുണ്ട്, കർമ്മത്തിൻ്റെ ഒരു പാകം വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വിട്ടുപോയാൽ ശ്രദ്ധിക്കണം, ഇത് എവിടേക്കാണ് പോകുന്നതെന്ന ഒരു കൺഫ്യൂഷൻ. അതാണ് പലപ്പോഴും പലരും തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെയൊക്കെ കൺഫ്യൂഷൻ ആക്കുന്നത്. അച്ഛൻ്റെ പ്രേതം അവിടെ അലയുന്നു, അമ്മയുടെ പ്രേതം ഇവിടെ അലയുന്നു. ആവുന്ന കാലത്തോ മര്യാദയ്ക്ക് നോക്കിയിട്ടുണ്ടാവില്ല, ചത്തു കഴിഞ്ഞാലും ഗതിയില്ല. നിങ്ങൾ നോക്കൂ, ഇന്ന് ഒരുപാട് ആളുകളെ സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. നാളെ ഏതെങ്കിലും ഒരു ജ്യോത്സ്യം വിചാരിച്ചാൽ മതി, നിങ്ങളൊക്കെ അലയുന്ന പ്രേതങ്ങളാക്കി കളയും. എന്ന് മാത്രമല്ല അവരോട് പറയും, നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കാത്ത ചത്തുപോയ തള്ളകാരനാന്ന് പറയും. നോക്കണം, മര്യാദയ്ക്ക് ജീവിച്ച ഒരാൾ ഒരു ഗതി കിട്ടാത്ത തള്ളയിട്ട് മാറുന്നത്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധതയാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഈ ശരീരം വിട്ടുപോയാൽ പ്രാണൻ നേരെ ജലത്തിലേക്ക് ചെയ്തു. പ്രാണന് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ജലം വേണം. നോക്കൂ, എത്രമാത്രം ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷനും ഭാരത സംസ്കാരം ചേർന്ന് കിടക്കണമെന്ന്. ജീവന് നിലനിൽക്കാൻ ജലം വേണമെന്ന് ഡാർവിൻ എന്ന ജോസഫ് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഭാരത ഋഷിവര്യന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ 4 വാക്കുകൾ നിങ്ങൾ കേട്ട് കാണുമോ അറിയില്ല, വേദാന്ത ശാസ്ത്രത്തിൽ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഒരു ജീവൻ ശരീരം വിട്ടുപോയാൽ അത് അതിൻ്റെ സംസ്കാരമനുസരിച്ച് ഒന്നുകിൽ അത് ശ്വേതജം, ഉദ്ബീജം, അണ്ടജം, ജരായുജം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇങ്ങനെ 4 വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ശ്വേതം എന്ന് പറഞ്ഞാൽ ഈർപ്പത്തിലേക്ക്, കൊതുകോ മൂട്ടകളോ ആയി പോകുന്നു. അപ്പം വല്ലാതെ കൊതുക് ഇടിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മം ആരെയും ഉപദ്രവിച്ചവരായിരുന്നു എന്നർത്ഥം. അപ്പം അതുകൊണ്ടായിരിക്കും എന്നെയൊക്കെ നല്ലോണം വന്ന് കടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ചിലത് കൊതുകുകളായി മാറും, ചിലത് മൂട്ടയിട്ട് മാറും.
ഈർപ്പത്തിൽ പോയി അത് ജന്മമെടുക്കും. ചിലത് ഉദ്ബീജം ചെടികളായിട്ട് മാറും. ഓരോ മരങ്ങളുണ്ടല്ലോ അതിലെല്ലാം ഒരു ജീവൻ. നിങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പോയി നോക്കൂ, ഇഷ്ടംമാതിരി പനകൾ കാണാം. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ പ്രാവശ്യത്തെ MLA-മാരോ മന്ത്രിമാർ വായും പൊളിച്ച് അവിടെ നിന്നുകൊണ്ടിരുന്നാണ്. കണ്ടിന്യൂസ്ലി ജയിച്ചു പോയാൽ പനയാവുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവിടെ തന്നെ കുറ്റി സ്ഥാപിച്ച് അവസാനം അവിടെ ഒരു തമാശ പറയില്ല. ഇപ്പം നിങ്ങളൊരു പട്ടിയാണ് മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നെങ്കിൽ ഉറപ്പിച്ചോളൂ. എന്ത്, അത് ചില പട്ടികളൊക്കെ കണ്ടില്ലേ വിളിക്കുമ്പോഴേക്കും വാലാട്ടി വരുന്നതൊക്കെ, അത് ചിലരോട് എന്ത് സ്നേഹമാണ് പട്ടികൾക്ക്. അപ്പം മനസ്സിലാക്കണം വല്ല ഭാര്യയോ ഭർത്താവോ ആയിരുന്നു എന്നുള്ളത് ഈ സ്നേഹബന്ധങ്ങളൊക്കെ കാണിക്കുന്നത്. അല്ല, തമാശ പറയില്ല. അപ്പോൾ അത്രമാത്രം ഇത് ഒരു അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞാൽ പൂന്താനം പറഞ്ഞ വരികളാണ് പറയുന്നത്. പൂച്ച ചത്തോരു ഈച്ചയാവുന്നു, പിന്നെ നരി ചത്തൊരു ഓരിയാകുന്നു, അല്ലേ? ഇങ്ങനെ ഓരോന്നിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് മനുഷ്യൻ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും ഉണ്ടോ? ഇതന്നെയല്ലേ ഡാർവിനും പറയുന്നത് എവല്യൂഷൻ എന്ന് പറയുന്നത്. എവിടുന്നാ ഈ പാവം പൂന്താനം ഇതൊക്കെ പഠിച്ചിരിക്കുന്നത്? ഇങ്ങനെ എത്രയോ ജന്മം കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പം ആരാ ഇത് തീരുമാനിക്കുന്നത്? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഏത് ചിന്തകളാണ് മനുഷ്യജന്മത്തെ തീരുമാനിക്കുന്നത്? നിങ്ങൾ 4-ാം സ്കന്ധം ഭാഗവതത്തിൽ 29-ാം അധ്യായം 29-ാം ശ്ലോകം ഇത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഏത് ജന്മം, അടുത്ത ജന്മം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് ഭാഗവതത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. 4-ാം സ്കന്ധം 29-ാം അധ്യായം 29-ാം ശ്ലോകം. 4-ാം സ്കന്ധം അവിടെ പറയുന്നു, കൊജിച്ച പുമാൻ, കൊജിച്ച സ്ത്രീ, കൊജിച്ച ഉഭയമന്തതി, ദേവോ മനുഷ്യതിരിയക്വ യഥാ കർമ്മഗുണം ഭവാനാണ്. കൊജിച്ച പുമാൻ, ചിലർ മനുഷ്യജന്മം, ചിലർ സ്ത്രീകൾ, ചിലർ അന്ധര്, ചിലർ ഉഭയം എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ, ആണും പെണ്ണും കെട്ട അവസ്ഥ. ചിലവർ തിരിയക്ക മൃഗങ്ങൾ, ജന്തുക്കൾ, ജീവജാലങ്ങൾ. ഇതൊക്കെ ആര് തീരുമാനിക്കണു? യഥാ കർമ്മഗുണം ഭവ. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാക്കി വെക്കുന്ന സംസ്കാരങ്ങളാണ്, ശീലങ്ങളാണ്, സ്വഭാവങ്ങളാണ് ഈ ജന്മങ്ങളെ തീരുമാനം. അതായത് നിങ്ങൾക്കൊരൊറ്റ ചിന്തയുള്ളൂ, രാവിലെ കുറേ കഴിക്കണം, ലൗകികമായ കുറേ കാര്യങ്ങൾ ചിന്തിക്കണം, കുടുംബകാര്യങ്ങൾ, അത് കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങണം. ഈ ലൗകികത മാത്രമാണെങ്കിൽ ഒരുപക്ഷെ മനുഷ്യജന്മത്തിൻ്റെ ആവശ്യം അതിന് പട്ടിക്കും പൂച്ചയ്ക്കും പറ്റും. അതുകൊണ്ടാണ് പട്ടികളുണ്ട് അല്ലെങ്കിൽ കോർണറിൽ പരസ്പരം അങ്ങോട്ട് വർത്തമാനം പറയുന്നത്. ഈ ഗുരുവായൂരിൽ തന്നെ കാണാം, നിങ്ങൾക്ക് ആ കോർണറിൽ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് മമ്മിയൂരിലെ പട്ടികൾ അവിടെ വരും. എന്തൊക്കെയാണ് റോസി വിശേഷം, മമ്മിയൂരെല്ലാവർക്കും സുഖം തന്നെയല്ലേ, നിൻ്റെ കുടുംബത്തിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുശലം പറഞ്ഞ്. അപ്പം വെറും കുശലത്തിൻ്റെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നെങ്കിൽ ഏത് ജന്മം കിട്ടും? ഇതൊന്നും മിണ്ടാത്തത്. ആരുടെ ജന്മം കിട്ടും? ഒരു പട്ടിയുടെ ജന്മമൊക്കെ കിട്ടും. നേരെ മറിച്ച് മനുഷ്യ ജന്മത്തിലേക്ക് തന്നെ പോകണമെങ്കിൽ ഗീതയിൽ 14-ാം അധ്യായത്തിൽ പറയും, ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠതി രാജസ അധോ ഗച്ഛന്തി താമസ. 14-ാമത്തെ അധ്യായത്തിലാണ് ഈ ജീവൻ്റെ ഗതിയെക്കുറിച്ച് പറയുന്നത്. എന്താ പറയുന്നത്? ഊർധ്വം ഗച്ഛന്തി, സത്വഗുണമുള്ളവർക്ക് ഊർധ്വഗതിയാണ്. ആ ഊർധ്വഗതി ഉണ്ടെങ്കിൽ മനുഷ്യജന്മത്തിലേക്ക് തന്നെ മനുഷ്യൻ പോവും. അതുകൊണ്ട് ഇനിയൊരു ജന്മം നമുക്ക് നല്ലത് കിട്ടണം എന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നെങ്കിൽ നല്ലവണ്ണം എന്ത് വേണം? നാമജപത്തിൻ്റെ ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇതെൻ്റെ ഒരു അപേക്ഷയല്ല, കൃഷ്ണൻ പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഞാൻ പറയുന്ന ഈ ശ്ലോകം എടുത്താൽ മതി നിങ്ങൾ. ഗീതയിൽ 6-ാം അധ്യായത്തിൽ 37-ാമത് ശ്ലോകം എടുക്കുക. ഇത് അർജുനൻ ചോദിക്കുന്നൊരു ചോദ്യത്തിന് കൃഷ്ണൻ തന്നെ ഉത്തരം പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കുറേയും കൂടി വ്യക്തമാവില്ല എന്താ കൃഷ്ണൻ പറയണത്. അർജുനൻ ചോദിക്കുകയാണ്, അയതി ശ്രദ്ധയോപേത യോഗാചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ഹേ കൃഷ്ണ, നമ്മൾ കുറച്ചു നേരം ഇരുന്ന് ജപിക്കുന്നു, ഭജിക്കുന്നു, കീർത്തിക്കുന്നു, ഇതൊക്കെ റെഗുലർലി ചെയ്യുന്ന ഒരാൾ ഇൻ കേസ് അയാൾക്ക് മരണത്തിലേക്ക് പോകേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ
കാ ഗതി കൃഷ്ണ ഗച്ഛതി, അയാളുടെ ഗതി എന്തായിരിക്കും കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. അതിനാണ് ഭഗവാൻ ഉത്തരം പറയുന്നത്. 40-ാം ശ്ലോകം മുതൽ കാണാം. പാർത്ഥനൈവേഹനാമുത്ര വിനാശത്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് ദുർഗതിം താതഗച്ഛതി. ഇത് കൃഷ്ണൻ്റെ വാക്കുകളാണ്. കാണുന്നുണ്ടോ? ഞാൻ പറയുന്ന ശ്ലോകം കാണുന്നുണ്ടോ? അവിടെ പറയുന്നത് എന്താണ്? കല്യാണകൃത്. പറയൂ. കല്യാണകൃത് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചവരെന്നുള്ള അർത്ഥത്തിലല്ല. കല്യാണകൃത് എന്ന് പറഞ്ഞാൽ അവനവന് മംഗളകരമായ, ശ്രേയസ്കരമായ, നിശ്രേയസ്കരമായ, അഭ്യുന്നതി ഉണ്ടാക്കുന്ന, ഉന്നതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആരാണോ റെഗുലർലി ചെയ്യുന്നത്, ദുർഗതിം നഗച്ഛതി. കല്യാണകൃത് പറയൂ. ദുർഗതിം നഗച്ഛതി. മനസ്സിലാവോ? കല്യാണകൃത്. റിപ്പീറ്റ് ചെയ്യൂ. കല്യാണകൃത് ദുർഗതിം നഗച്ഛതി. അർത്ഥാവില്ലേ? അർത്ഥാവില്ലേ? കല്യാണകൃത് ആരാണോ മംഗളകരമായ കാര്യം ചെയ്യുന്നത് അവർക്കൊരിക്കലും എന്തുണ്ടാവില്ല? ദുർഗതി ഉണ്ടാവില്ല. ഈ ഗ്യാരണ്ടി കൃഷ്ണൻ തന്നെ തരുന്നുണ്ടെങ്കിൽ നമ്മളെ കല്യാണകൃത് ആക്കി വെക്കേണ്ട ഉത്തരവാദിത്വം കല്യാണകൃത്. കൃത് പറഞ്ഞാൽ ദ വൺ ഹു ഡസ്. ആരാണോ വൺ ഹു പ്രാക്ടീസ്, ആരാണോ റെഗുലർലി ഇത് ചെയ്യുന്നത്. ഇത് പ്രാർത്ഥനയല്ല, ഇത് നമ്മുടെ മനസ്സിൻ്റെ സംസ്കാരത്തെ പരിവർത്തനം വരുത്തുന്ന നിരന്തരമായ അഭ്യാസമാണ്, സാധനയാണ്, അനുഷ്ഠാനമാണ്. ഇപ്രകാരം ആര് റെഗുലർലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അവർക്ക് കല്യാണകൃത് ആയിട്ടുള്ള അവർക്ക് എന്തില്ല? അവർക്ക് പറയൂ, ഉറപ്പിച്ചോളൂ. നിങ്ങൾ റെഗുലർലി സാധനകൾ ചെയ്യുന്നവരാണെങ്കിൽ, അനുഷ്ഠാനമുള്ളവരാണെങ്കിൽ, ഏത് ജന്മം, ഇനിയൊരു ജന്മം വരേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇത് ഭഗവാൻ തരുന്നതല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് യഥാ കർമ്മ ഗുണം ഭവ, നമ്മുടെ മനസ്സിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് രൂപപ്പെടുന്നതാണ്. മനസ്സിലാവുണ്ടല്ലോ? ദിസ് ഇസ് എ സയൻസ്. കാരണം നിങ്ങളാണ് നിങ്ങളുടെ ജന്മങ്ങൾക്ക് കാരണമെന്ന് എപ്പോഴും ഓർക്കുക. പാവം ഭഗവാനെ ഇതിലേക്കൊന്നും വലിച്ചഴിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റാനുള്ള സ്വാതന്ത്ര്യവും ശക്തിയും കഴിവും സമയവും ഒക്കെ തന്നിട്ടുണ്ട്. ഉണ്ടോ? അതാണ് ഭഗവാൻ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യമാണ് ഭഗവാൻ, നമുക്ക് തരുന്ന ശക്തിയാണ് ഭഗവാൻ, നമുക്ക് തരുന്ന കഴിവാണ് ഭഗവാൻ, നമുക്ക് തരുന്ന ടൈമാണ് ഭഗവാൻ. ഇതിനെ യൂസ് ചെയ്യാം, മിസ്യൂസ് ചെയ്യാം. ഇതിനെ നമുക്ക് അനുകൂലമാക്കാം, നമുക്ക് ഒഴിവാക്കാം, ഉപേക്ഷിക്കാം. ഇതാര് തീരുമാനിക്കണം? പറയൂ, ആര് തീരുമാനിക്കണം? അതാണ് പലരും ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചിട്ട് ഭഗവാന്റെ കയ്യും കാലും പിടിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു തരത്തിലും ഭഗവാന് നമ്മളെ മാറ്റം വരുത്തിയെടുക്കാൻ സാധ്യല്ല. ഈ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്രകാരം ഇവിടെ ജീവൻ ശരീരം വെടിഞ്ഞാൽ അത് ജലത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ മരണാനന്തര ചടങ്ങുകളൊക്കെ ജലവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. എന്തിനേറെ ദഹിപ്പിക്കുന്ന സമയത്ത് കുടം പൊട്ടിക്കുന്ന ഒരു ചടങ്ങ് ഹിന്ദുക്കൾക്കുണ്ട്. ഉണ്ടോ? എന്തിനാണ് ഈ കുടം പൊട്ടിക്കുന്നത്? അത് ശരീരത്തിൻ്റെ പ്രതീകമാണ്. ആ ജീവൻ ജലത്തിലൂടെ പോകുന്നു, അതാണ് ആ കുടം പൊട്ടി ആ ജീവൻ പോവുകയാണ്, യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ജീവൻ യാത്ര ചെയ്ത് സംസ്കാരത്തിനനുസരിച്ച് ഓരോ അച്ഛന്മാരെ കണ്ടെത്തും. അതായത് ആണുങ്ങൾ, ഇപ്പം മനുഷ്യജന്മം എടുക്കുക എന്നുള്ളൊരു ഇതിൽ നിഗമനത്തിൽ നമുക്ക് പറയാം, ആണ് കഴിക്കുന്ന വെള്ളത്തിലൂടെ ആ ജീവൻ അകത്തേക്ക് പ്രവേശിച്ച് അത് രക്തത്തിലേക്ക് ചേർന്ന് രക്തമാണ് പല പരിണാമങ്ങൾ സംഭവിച്ച് സ്പേമുകളായി ബീജമായി മാറുന്നത്. അങ്ങനെ ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് ആയിരക്കണക്കിന് സ്പേമുകളാണ് ഒരു പുരുഷൻ ഇജക്റ്റ് ചെയ്യുന്നത്. അതിൽ ഒരു ജീവനെ മാത്രമാണ് അണ്ട സ്വീകരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം പുറന്തള്ളപ്പെട്ടു. അപ്പോൾ വീണ്ടും അടുത്ത യാത്ര. ഒരു അച്ഛനെ കിട്ടുന്നത് വരെ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിൽ. ഈ യാത്രയുടെ പേരാണ് പിതൃലോകവാസം. അതുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ മരണാനന്തരം പിതൃലോകത്തിലാണെന്ന് സങ്കല്പിച്ചിരിക്കുന്നത്. ഒരു അച്ഛനെ കിട്ടുന്നത് വരെ ഒരു ശരീരത്തിൽ നിന്നും പറയൂ മറ്റൊരു ശരീരം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും കൃത്യമായി ശ്രാദ്ധം ചെയ്യുന്നത്.
അതിൽ ഒരു വശത്ത് നമ്മുടെ കടപ്പാടുണ്ട്. നമുക്ക് 7 തലമുറകളോടുള്ള നമ്മുടെ ശരീരവുമായി ചേർന്ന് കിടക്കുകയാണ് ഓരോ 7 തലമുറയുടെയും സംസ്കാരവും ജീവിതവും ജനറ്റിക്കലി. അപ്പം അതുകൊണ്ടുള്ള നമ്മുടെ കർത്തവ്യം, കടമ, ഉത്തരവാദിത്വം, കടപ്പാട്, ഇതൊക്കെ നമുക്കുണ്ട്. വേറെ വശത്ത് അലഞ്ഞുകൊണ്ട് നടക്കുന്ന ആ പ്രേതാത്മാവിന് നല്ലൊരു ജന്മം കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയും അതിലുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? അതാണ് മരിച്ചവർക്ക് മോക്ഷം കിട്ടുക എന്ന് പറയുന്നത്. ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ചില ജീവന്മാർക്ക് എൻട്രി കിട്ടാൻ പാട് കൂടുതലാണ്. കാരണം അങ്ങനെ ഒരു അച്ഛനെയും അമ്മയെയും കിട്ടാൻ വളരെ കാണുന്നില്ലേ നിങ്ങൾ? ആ ചോയ്സ് ശരിയല്ലെങ്കിൽ ജനിച്ച ഉടനെ വലിച്ചെറിയുന്ന, ജനിച്ച ഉടനെ തന്നെ കുഴിച്ചു മൂടുന്ന പത്രവാർത്തകളൊക്കെ കാണുന്നില്ലേ? എന്തിനാ ജീവൻ ഇത് അനുഭവിക്കണം? എന്തിനാ വേദനകളിലൂടെ കടന്നു പോകണം? എന്തിനേറെ പ്രസവിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി വലിച്ചെറിയുന്ന എത്രയോ കഥകളൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഞാനൊരിക്കൽ ബോംബെയിൽ പ്രോഗ്രാം നടന്ന് വരികയാണ്. അന്നത്തെ രാവിലത്തെ ന്യൂസ്, കഷ്ടം. ഒരു ട്രെയിനിനകത്ത് ഒരു പെണ്ണ് പ്രസവിച്ചിട്ട് അതിനെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നു. അവിടെ ടോയ്ലറ്റിൽ പോകാൻ നേരത്തെ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കവർ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നോക്കുമ്പം അതിൻ്റെ അകത്തൊരു കുഞ്ഞു പിടയാണ്. ഒരു സ്ത്രീ പ്രസവിച്ച് ടോയ്ലറ്റിൽ. അപ്പം ആ കുട്ടി എന്തനുഭവിക്കണം അതിന് വന്നത്? ഓരോരുത്തരുടെയും കർമ്മദോഷങ്ങളെ അവർക്ക് മാറ്റാൻ ചോയ്സ് തെറ്റിപ്പോയി, വന്നത് തെറ്റിപ്പോയി, എൻട്രി തെറ്റിപ്പോയി. മനസ്സിലാവുണ്ടല്ലോ? ഈ തരത്തിൽ സമൂഹം മാറുന്ന കാഴ്ച. അപ്പം ഇവിടെയാണ് നമുക്കിനി ഒരു കാര്യം കുട്ടികളോട് പറയാനുള്ളത്. ഒരു സ്ത്രീയും പുരുഷനും ഒരു കുഞ്ഞാവുന്ന സമയത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആയിരക്കണക്കിന് സ്പേമുകളാണ് ഒരു സ്ത്രീയുടെ അണ്ഡത്തിന് നേരെ പോകുന്നത്. ഇവിടെയാണ് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഭാരതത്തിൻ്റെ ഒരു മഹത്തായൊരു കാഴ്ചപ്പാട് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ജീവൻ എൻട്രി കിട്ടണമെങ്കിൽ, നല്ല എൻട്രി വേണമെങ്കിൽ, ഒരു പെൺകുട്ടിയിൽ ചില വ്രതനിഷ്ഠകളുണ്ടെങ്കിൽ അതിലുള്ള ഏറ്റവും നല്ല ജീവനെ ആയിരിക്കും ആ അണ്ഡം തിരഞ്ഞെടുക്കുന്നത്. ഈ വ്രതത്തെക്കുറിച്ച് ഭാഗവതം പറയുന്നുണ്ട്. 8-ാം സ്കന്ധത്തിൽ നമുക്ക് പയോവ്രതം എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. ഏതാണ്? നമുക്ക് പെൺകുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു വ്രതമാണ്. അതായത് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കുഞ്ഞാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ അണ്ഡശുദ്ധി, സങ്കല്പശക്തി, കാല അനുകൂലത, ഇതൊക്കെ വരുമ്പോൾ ഏറ്റവും സർവശ്രേഷ്ഠമായ ജീവനെയായിരിക്കും അണ്ഡം തിരഞ്ഞെടുക്കുന്നത്. അതല്ല തോന്നിയതുപോലെ ഒരു വികാരത്തിലാണ് ബന്ധമെങ്കിൽ വ്യാസഭഗവാൻ വാൺ ചെയ്തു അംബികയും അംബാലികയും. വ്രതമെടുക്കുകയാണ് നല്ലത്. അപ്പോഴേ ഉത്കൃഷ്ടരായിട്ടുള്ള പുത്രന്മാരുണ്ടാവുള്ളൂ. തപസ്വിയായ വ്യാസനിൽ നിന്നും ബീജത്തെ സ്വീകരിച്ചപ്പോൾ ഒരു വ്രതനിഷ്ഠകളും അടുക്കാതെ തങ്ങൾക്ക് കുട്ടികളെ വേണമെന്നില്ല, അങ്ങനെ ഒരു ചിന്തയോടുകൂടി, മനസ്സിലായില്ലേ? അങ്ങനെ വ്യാസരെ സ്വീകരിച്ചപ്പോഴാണ് ഒരാളിൽ അന്ധനായ ധൃതരാഷ്ട്രം, മറ്റൊരാളിൽ രോഗിയായ പാണ്ഡുവും ഉണ്ടായത്. എന്നാൽ വളരെ ഭക്തിയോടെ, വ്രതത്തോടെ ആ വ്യാസരിൽ നിന്നും ബീജം സ്വീകരിച്ച ദാസിയിലുണ്ടായ പുത്രനാണ് വിതുരൻ. എന്തിനാ ഈ കഥകളൊക്കെ പറയുന്നത്? ശ്രേഷ്ഠന്മാരായ മക്കൾക്ക് ജന്മം കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള വ്രതമാണ്. അവർക്ക് പറയൂ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധം നമ്മുടെ കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അമ്മയെ കൊല്ലുന്ന, തല്ലുന്ന, കാണുന്നുണ്ടല്ലോ പത്രത്തിലൊക്കെ, 10ഉം 15ഉം വെട്ടുകെട്ടി അമ്മയെ കൊല്ലുന്നു. ഈ തരത്തിലുള്ള ക്രൂരതകളൊക്കെ കാണിക്കുന്ന മക്കളുമുണ്ട്. അമ്മയെ കൊണ്ട് നടക്കുന്ന മക്കളുണ്ട്, കെയർ ചെയ്യുന്ന മക്കളുണ്ട്. ഉണ്ടോ? ഈ രീതിയിൽ എത്ര അനുഭവങ്ങളും കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. മക്കളെ ദ്രോഹിക്കുന്ന അമ്മമാരുണ്ട്. ഉണ്ടോ? ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു അവബോധം കുട്ടികളുണ്ടാക്കണം.